എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വഴക്കിടുമ്പോ പിടിച്ചു മാറ്റണേ. ഞാൻ ഗുസ്തി മത്സരത്തിൽ റെഫറി അല്ല, അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് മനസ്സിലായോ? അവിടെ പറ. എന്റെ പൊന്ന് രമേശ്, ആ തോന്നിയാസം കാണിക്കല്ലേ. ഇത് നിന്റെ വീടല്ല, കോടതി വരാൻ തേണം. മനസ്സിലാക്കിയേക്കണം. കേസ് വിളിക്കുമ്പോ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ഞാൻ ബാർ വരെ ഒന്ന് പോയിട്ട് വരാം. എങ്ങോട്ട്? എന്റെ പൊന്ന് രമേശ, നീ ഉദ്ദേശിക്കുന്ന ബാർ അല്ലത്, അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷൻ ബാർ. മനസ്സിലായ? വല്ല അഡ്വക്കേറ്റ് കാര്യം മതിയായിരുന്നു. അസോസിയേഷനിലേക്ക് പോയിട്ട് വെള്ളം അടിക്കായിരുന്നു. നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നടക്ക്. അല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാ ഡിവോഴ്സ് ചെയ്യണം? ഒരു കാരണം പറയാൻ പറ്റുമോ? ഒരു കാരണം? നിന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം ഒന്നല്ലടി പല. ഇതാണ് ആദ്യത്തെ കാര്യം. 24 മണിക്കൂർ നിന്റെ ഫോണിൽ ഫോൺ വരും. അതെ, ആ കുണുകുണ നിങ്ങളുടെയാ? എന്റെയാണ്. അല്ല, ഫോണാകുമ്പോ വലിയ വരുമല്ലോ. ഫോണിൽ സൈലന്റ് മോഡി വെക്കേണ്ടി വരും. അല്ല, ഞാനത് എന്റെ ഫോൺ സൈലന്റ് മോഡി വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വരുന്നത് മാത്രമല്ല, 24 മണിക്കൂർ നിനക്കുള്ള ഈ ഞോണ്ടൽ. ഏത് സമയം നോക്കലും ഏത് സമയം ഞോണ്ടലൊന്നും നിർത്തോ? ചേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം ആ തായ്ലാൻഡിൽ ടൂർ പോയതാണ്. ഇത്ര വലിയ പ്രശ്നം. തായ്ലാൻഡിൽ ടൂർ പോയതല്ലടി. അവിടെ ടൂർ പോയിട്ട് ഒരു കുരങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അതുമായിട്ട് ഫോട്ടോ എടുത്ത് എന്നിട്ട് ഫേസ്ബുക്കിലേക്ക് നീ വൈറലാക്കി. അയ്യേ ചേട്ടാ, അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. നിനക്കത് ട്രെൻഡ്. എന്റെ വീട്ടിലിരിക്കുന്ന 90 വയസ്സുള്ള അമ്മൂമ്മ കണ്ടിട്ട് പറഞ്ഞെന്നറിയാവോ? അല്ലടാ രമേശ, നീ ടൂർ പോണില്ലെന്ന് പറഞ്ഞിട്ട് നീയും കൂടെ അവിടെ പോയി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ നീ വൈറലാക്കിയിട്ടാണ് അറിയുന്നത്. അത് മുത്തശ്ശി മാത്രല്ല, എല്ലാവരും ചോദിച്ചു നിങ്ങളെ ഫാമിലി ഫോട്ടോ. എന്റെ ചേട്ടാ, രംഗുട്ട പാവാണ്. രംഗുട്ടൻ ആ കറങ്ങിന്റെ പേര്. ഇവിടെ റെങ്കൂട്ടാൻ കാണാൻ വിട്ട സമയം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 10 റെമ്പൂട്ടാൻ മേടിച്ച് കഴിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ശരീരത്തിൽ കിടന്നേനെ. ചേട്ടാ, ആ രംഗുട്ട പാവാണ്. ഞങ്ങളെ പോലെ സുന്ദരി പെമ്പിള്ളേരെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കലാണ് അവന്റെ വീക്ക്നെസ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ശരിയാ. അത് കുരങ്ങനല്ല, കുരങ്ങന്റെ ഫിഗർ ചെയ്യുന്ന ഏതോ ഒരു നാട്ടിലെ കോഴിയാണത്. കോഴി. ഞങ്ങളെ രംഗൂട്ടാനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലോ ശരിയാക്കി ഫേസ്ബുക്കിൽ റെങ്കൂട്ടാനും. നിങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സോഷ്യൽ മീഡിയ മതി. എന്താ പോയേ? ഞാൻ വാദിച്ച കേസിന്റെ വിധിയായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു വിധി? വാങ്ങിച്ചു കൊടുത്തു. എന്റെ പൊന്ന് രമേശ, ഞാൻ വാദിച്ച എന്റെ കക്ഷിക്കാണ് തൂക്കേറ് കിട്ടിയത്. അവിടെ ഒന്നും പറയില്ല. നീ വന്നേ, ഞാൻ വക്കീലിനെ പറഞ്ഞ് കയറ്റി പൊക്കത്തോണ്ട് വെച്ചേക്കുവാ. വക്കീല് വാദിക്കാൻ നേരം ഇംഗ്ലീഷ് പറയണം. മറ്റേ മമ്മൂട്ടി പറയണ പോലെ സംതിങ് എന്നൊക്കെ പുള്ളി പറയണ പോലെ അവളുടെ മുമ്പിൽ വക്കീൽ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റും. എന്റെ പൊന്ന് രമേശ, നിനക്ക് LLBയുടെ ഫുൾ ഫോം അറിയാവോ? ഇല്ല. ലാറ്റിൻ വേർഡാണ്. കേട്ടല്ലോ. ഇത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ചുരുക്കം ചില വക്കീലന്മാര് LLB ചുരുക്കി പറയുന്നത്. അപ്പോഴാണ് ഈ ഇത്ര നീളമുള്ള ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് വേണ്ട. ഇതിനെ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റി തരണം. പറിച്ചു മാറ്റാ? ഇത് സിനിമാ പോസ്റ്റ് അല്ല രമേശ. ഇയാള് പലതും പറയും. ഇയാളെ ജീവിതത്തെ എന്നെ പറിച്ചു മാറ്റാൻ അത്ര എളുപ്പമല്ല. എന്റെ വക്കീലെ ചുമ്മാതൊന്നല്ല, നല്ല സ്ത്രീധനം കൊടുത്തിട്ടാണ് ഇയാൾക്ക് എന്റെ വീട്ടിൽ. എന്താടി തന്നത്? സ്ത്രീധനം എന്ന് പറയരുത്, അതിന് റീഫണ്ട് എന്ന് പറയണം. റീഫണ്ടോ? കേട്ടോ വക്കീലെ, ഇവളെ കെട്ടുന്നതിന് മുമ്പ് ഇവളെ കൊണ്ട് കറങ്ങിയപ്പോ എന്റെ കയ്യിൽ നിന്ന് മുടങ്ങിയ പൈസ ഇവർ വീട്ടുകാർ എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നു. അതേ പറയാനുള്ളൂ. അത് റീസൺ പറയാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോ ഇത്രയും കാലം നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലേ നടന്നിരുന്നത്? ചുമ്മാ നല്ലോണോ തന്നെ പഴയ കാമുകി തന്നെ ടച്ച് പോയത്? ഇട്ടച്ച് പോകുന്നല്ല. പിന്നെ അവളുടെ സ്നേഹം കണ്ടപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര അവിടെ എന്തോ തോന്നി. അപ്പൊ എനിക്ക് എന്റെ അമ്മ സ്നേഹിക്കുന്ന പോലെ എനിക്ക് അവളുടെ സ്നേഹം കണ്ടപ്പോ തോന്നി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, വക്കീല് കേൾക്കൊണ്ട് ഞാൻ പറഞ്ഞു, എടി നിന്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മ സ്നേഹിക്കുന്ന പോലെ തോന്നുന്നു, നീ എന്റെ അമ്മയാടി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൾ എന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഇപ്പൊ നിനക്കൊരു അമ്മ സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഒരു അച്ഛനെ സെറ്റ് ആയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ചെറുക്കനോട് പോരാ. ഇതുവരെ വന്നിട്ടില്ലെന്ന്. എങ്ങനെ ഭാര്യന്റെ പൊന്നു വാക്കില്ല, നിങ്ങൾ പിന്നെ നിൽക്കാണ്ട് മുന്നിൽ വാ. എങ്ങനെ വരും? ആ അച്ഛനും അമ്മ ഇവരൊക്കെ മൊത്തം കള്ളക്കൂട്ടങ്ങളാ. കല്യാണത്തിന്റെ അന്ന് ഇവരമ്മ പറയണ്, എന്റെ പൊന്നുമോളെ നിന്നെ കൊട്ടാരത്തിലേക്കാ കെട്ടിക്കൊണ്ടുപോണ്. കൊട്ടാരത്തിലേക്കാന്ന്. ഞാൻ കണ്ട് ഇയാളുടെ കൊട്ടാരം. ആ കോമഡിയിലെ ശശാങ്കൻ പറയണ പോലെ 4 കമ്പ് മോലെ കീറും ചുറ്റിട്ട് അതും ഒരു ബോർഡ് എഴുതി വെച്ച കൊട്ടാരം. ഒരു കുഴപ്പമില്ല വക്കീലേ. ആദ്യരാത്രിയുടെ അന്ന് ഒരു ചാറ്റൽ മഴ. അപ്പൊ ഇവരമ്മ വന്ന് തുണി കൊണ്ട് മാറ്റി. വക്കീലേ, ഈ വാതിലിന് പകരം തുണി ഇട്ടിട്ടുള്ളത് അതങ്ങ് മാറ്റി ഒരു പാത്രം കൊടുന്ന് വെച്ച്. ചാറ്റൽ മഴ വീണ്ടും വന്നു. വീണ്ടും ഒരു പാത്രം വന്നു. പിന്നെ മഴയോട് മഴ, പാത്രത്തോട് പാത്രം. നേരം വെളുത്ത് ഞാൻ കണ്ണു തുറന്നപ്പോ എന്റെ ദൈവമേ, ഞാൻ പാത്രക്കടയിലാണോ വീഗാലാൻഡിലാണോ എനിക്കറിഞ്ഞൂടെ. കഞ്ഞിക്കാലം ചരിവൊക്കെ ഇങ്ങനെ പോവാ. ഇവളുടെ വീട്ടിൽ ഒരു ദിവസം പോയി. നമ്മൾ സ്വാഭാവികമായിട്ട് കുളിക്കുമല്ലോ. കുളിക്കാൻ വേണ്ടി ഞാൻ ഇത് പൈപ്പ് ഒന്ന് തുറന്നു. ഉടനെ ഇവിടെ അമ്മ ഒന്ന് പറയാ, എടാ രമേശ, നീ പൈപ്പിൽ കുളിക്കല്ലേ, നീ ഇപ്പൊ ഷവറിൽ കുളിക്കാൻ. ഷവറിൽ കുളിച്ചില്ലേ? അയ്യോ, ഇവിടെ ഷവർ കാണണം. ഉജാനപ്പാട്ടക്കകത്ത് 24 ഊട്ടയിട്ടിട്ട് അതിന്റെ അകത്തൂടെ വെള്ളം വരുന്നതാണ് ഇവളുടെ വീട്ടിലെ ഷവർ. ഇനിയിപ്പോ അതിന്
കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇവിടെ വീടിന്റെ പരിസരത്തുള്ള കോഴികളൊക്കെ എടുത്ത് ഒറ്റ ഓട്ടം. നീലക്കുറങ്ങനെ കണ്ട പിന്നെ കോഴി പിന്നെ ഓടാതിരിക്കുവോ? ഓ എന്റെ ദൈവമേ, ലവ് മാരേജിന് പകരം അറേഞ്ച് മാരേജ് മാറ്റിയായിരുന്നു. എന്റെ പൊന്നു പെങ്ങളെ, ഈ വിഷം കഴിച്ച് മരിച്ചാലും തൂങ്ങിക്കെത്താലും റിസൾട്ട് ഒത്ത ചങ്കര. ഒന്ന് തൊട്ട് നോക്കി, എന്നെ തൊട്ട് നോക്കി. ജീവനുണ്ടോ? ഉണ്ടല്ലോ. ഈ ജീവിച്ചിരിക്കുന്ന എന്റെ ഫോട്ടോയില് ഇവള് മാലയിട്ട് വെച്ച് വിളക്ക് കത്തിച്ച് വെച്ചു. അറിയോ? എന്ത് മോശത്തരോ പെങ്ങളെ കാണിച്ചു വെച്ചത്. എന്ത് മോശത്തരം? എന്റെ വക്കീലെ, എന്റെ അച്ഛനമ്മയും കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മോളെ നീ ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നു. വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ദൈവത്തെ പോലെയാ കണ്ടത്, പക്ഷെ അത് വായിലാക്കുന്നതിൽ അപ്പനായി പോയെന്നുള്ളൂ. എങ്ങനെ മിണ്ടാൻ സമ്മതിക്കും? വക്കീലെ, കഴിഞ്ഞ ദിവസം ഞാൻ ആ തായ്ലാൻഡിൽ ടൂർ പോയി. അവിടെ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. വക്കീലിനോട് ഇപ്പൊ ഇങ്ങനെ പറയാ, വക്കീലാണ് കുരങ്ങൻ. ഈ കുരങ്ങന്റെ കൈതേ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത വക്കീൽ എന്താണ് തോന്നുന്നോ? ഒന്നും തോന്നില്ല പെങ്ങളെ. നീ തായ്ലാന്റിലോ പോയി ഫോട്ടോ എടുത്ത് എന്നും പറഞ്ഞ് ഈ കുരങ്ങന്റെ കൂടെ എങ്ങനെ ഫോട്ടോ എടുത്താൽ നിന്റെ പല്ലും നഖവും മാത്രം ബാക്കി കാണുള്ളൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോട്ടോ എടുപ്പിന്റെ കാര്യം പറഞ്ഞു. ഒന്നുമില്ല കുരങ്ങ. അല്ല വക്കീലേ, സമയം ഇപ്പൊ എത്രയായി? സമയം ഇപ്പം 12 മണി. 12 മണിയാ? അയാൾക്ക് ഷുഗർ ഉള്ളതാണ്, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറയും. ഷുഗർ ഉള്ളേ ഭക്ഷണം കഴിക്കാൻ. അത് ഞാനൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അവനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വരുന്ന വഴി കടയിന്ന് ഇച്ചിരി പെന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അവള് പണ്ടാ കാര്യങ്ങൾ മേടിച്ചോണ്ട് അത് കഴിക്കടാ. അവൾ എന്ത് മേടിച്ചാലും എനിക്ക് വേണ്ട, ഞാനത് കഴിക്കത്തില്ല. അവന് വേണ്ടാന്ന്. വേണ്ടെന്നാ വക്കീൽ, അതിന്റെ ഉള്ളിൽ കാരണം ആള് പറിക്കും, ആളുണ്ടാവില്ല കൊടുക്കും. അപ്പോഴും പറഞ്ഞ ഭക്ഷണം നേരത്തിന് കഴിച്ചില്ലെങ്കിൽ തുറന്നേ അറിയണതല്ലേ ഭക്ഷണത്തിന്റെ കഴിച്ചില്ലെങ്കിൽ ഇതാവുന്നു. ഓ പൊടി ഇച്ചിരി കുടിച്ചാ മതി. മതി 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 മതി. പറയല് മാറിയാ ഓക്കെയാ? പിന്നെ വക്കീലേ, ഇവളെ എന്ന് എന്റെ തലേന്ന് ഒഴിച്ചു തരാൻ പറ്റും? എന്ന് കേസ് തീരും? എന്റെ രമേശ, കേസ് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്റെ വീട് പണിയും തുടങ്ങിയല്ലേ ഉള്ളൂ. വസതി കഴിയട്ടെ, അപ്പൊ കേസ് തീർത്തരാം. സമയം എത്രേ? സമയം ഞാൻ പറഞ്ഞല്ലോ 12 മണി. 12:10 10 അവളോട് പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ പറ. നിന്നോട് ഗുളിക കഴിക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല. എങ്ങനെ കൊണ്ടുവരും? എനിക്കറിയാം, നീ ഇതൊക്കെ മറക്കൂന്ന് എനിക്കറിയാം. ഇവിടെ വന്നേടി, ഇവിടെ വന്നേ. ഈ ഗുളിക കഴിച്ചു വെറുതെ ഇവിടെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്, മനസ്സിലായോ? എല്ലാം പറ്റും നിനക്ക്. കഴിച്ചേ, വെള്ളം കുടിച്ചു. എന്തായാലും വേറെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല ചേട്ടാ. അവിടെ ഇരിക്കണോ നിനക്ക്? വേണ്ട വേണ്ട, ഇരിക്കാൻ കുറച്ച് നേരം. കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ പറയാ. വക്കീലേ, ഇയാളെ എപ്പ എന്റെ തലേന്ന് ഒളിപ്പിക്കാൻ പറ്റും? വക്കീൽ എന്തെങ്കിലും നോക്കണത്? അല്ല, ഇത് കുടുംബകോടതി തന്നെയാണെന്ന് നോക്കിയതാണെന്നേ. എന്റെ വക്കീല്, ഒരു ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇയാൾ എന്നോട് ചെയ്തത്. എന്താണ് ഞാൻ ചെയ്തത്? ഇയാൾ ആരോടും പറയാണ്ട് പട്ടായ പോയി വക്കീലെ. പട്ടായയില് എപ്പോഴാണ് ഞാൻ പട്ടായ പോയത്? നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് സൈഡ് തെളിവ് സൈഡ് ഞാൻ എടുത്തിട്ട് തെളിവ് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാൻ കാര്യങ്ങൾ കേട്ടാ. കണ്ട അതൊക്കെ അയ്യോ, കള്ളത്തരം കാണിച്ചൊന്നല്ല. എവിടെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. എന്റെ ടിക്കറ്റ് ശരിക്കും പറയാ, നീ എവിടെ പോയതാടാ? സത്യം പറഞ്ഞ ഞാൻ പട്ടായലല്ല പോയത്, ഞാൻ പട്ടാമ്പിക്ക് പണിക്ക് പോയതാ. ആ ടിക്കറ്റ് കണ്ടെന്ന് വിവരം കെട്ടവൻ എന്റെ തലേന്ന് മാറ്റി തരാമോ? വക്കീലേ, ഇയാള് പലതും പറയും വക്കീലേ. ഒരു കുടുംബാകുമ്പോ എന്താ വേണ്ടത്? ഐക്യല്ലേ? ഒരു കുടുംബമാകുമ്പോ ഐക്യം വേണം. ഭാര്യയും ഭർത്താവുമ്പോ ഐക്യത്തോടെ പോട്ടെ, മുന്നോട്ട് പോകണം. ആ വീടായ വീടും പറമ്പായ പറമ്പും പട്ടിട പോലെ ഓടി നടന്ന് പണിയെടുക്കുമ്പോ ഒരു കൈ സഹായം. എന്റെ പൊന്നു രമേശ്, അത് വേണം. നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ അവിടുത്തെ ജോലിയൊക്കെ പപ്പാതി ചെയ്യണം, ഭാര്യയും ഭർത്താവും തമ്മിൽ. ഇവിടെ സഹായിക്കാൻ ചെല്ലി ഇവിടെ എന്തൊക്കെ ചെയ്യുന്നറിയോ? തുണി അലപ്പിക്കും, പാത്രം കഴിക്കും, മുറ്റടിപ്പിക്കും, തറ തുടപ്പിക്കും, അങ്ങനെ എല്ലാ പണികളും ഇവിടെ ചെയ്യിപ്പിക്കും. എന്റെ പൊന്നു രമേശ, ഈ വീട്ടുപണി എന്ന് പറയുന്നത് അത്ര വലിയ പണിയൊന്നും അല്ലടാ. അതായത് നമ്മൾ ഈ പാത്രം കഴുകലെന്ന് പറയുമ്പോ ചെറിയൊരു സോപ്പ് കിട്ടും, നേരെ സ്പോഞ്ച് മുക്കുക, രണ്ടോരാ കഴിഞ്ഞില്ല. പിന്നെ തുണി അലക്കല്, അലക്കലൊക്കെ മാറ്റിയിട്ട് 10-15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ കിട്ടും. നേരെ തുണി ഇടുക, വെള്ളം ഒഴിക്കുക, സോപ്പൊടി ഇടുക, സ്വിച്ച് വെക്കുക, കഴുകി ഉണങ്ങി നമുക്ക് റിസ്കില്ല. പിന്നെ തറ തുടക്കല്, അതായത് 175 രൂപക്ക് നല്ല 1-ാം തരം മോപ്പ് കിട്ടും. നേരെ വെള്ളത്തിൽ മുക്കുക, രണ്ടോരാ അരമണിക്കൂറിന് വീട് ക്ലീനാ. എന്നാലും അവസ്ഥയുള്ള വക്കീലിന്റെ വീട്ടിൽ അതെനിക്ക് മനസ്സിലായി. അല്ല എന്ത് കഷ്ടം. ആ വക്കീൽ അങ്ങോട്ട് പോയി. അപ്പൊ ഞാനും നിങ്ങളും മാത്രമുള്ളൂ. എന്റെ പൊന്നിച്ചേട്ട, സമാധാനപരമായിട്ട് ഒന്ന് കേൾക്കണം. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടതല്ലേ നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ ഡിവോഴ്സിനൊക്കെ കൊടുക്കുന്നത്. ചേട്ടാ, നിങ്ങൾ ആദ്യം ഈ കോലൊക്കെ ഒന്ന് മാറ്റി യൂത്ത് മൈൻഡ് ആവും. എന്നിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതൊക്കെ ഉപയോഗിച്ച് അതെന്താന്നൊക്കെ അറിയേ. എനിക്ക് എന്നെ തന്നെ നോക്കാം. എനിക്ക് ഇൻസ്റ്റയിൽ 1 ലക്ഷം പേരാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. 1 ലക്ഷം പേര്. 1 ലക്ഷം പേര് നിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്.
കൊള്ളാം. പണ്ട് ഇവളെ ഒറ്റയ്ക്ക് ഞാനൊന്ന് ഫോളോ ചെയ്തപ്പോൾ ഇവിടെ ആങ്ങളമാര് വന്ന് എന്നെ എന്താണ് ഈ 1 ലക്ഷം പേർത്തല്ല നിന്റെ ആങ്ങളമാരുടെ കയ്യിൽ പൊങ്ങുന്നില്ലേ? പുരോഗമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. എന്റെ വീട് പണി മുടങ്ങും, എന്നാലും കുഴപ്പമില്ല. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുക, കൈമാറാനുള്ള കാര്യങ്ങൾ കൈമാറുക. ഓക്കെ? ഒരു തേങ്ങലാകുന്നു ഞാൻ, അലയാനിരുളിൽ ഒരു പാവയാകുന്നു ഞാൻ. നിനക്കെന്റെ കണ്ണീർ പൂവിൻ തേൻ തുള്ളികൾ കരളിന്റെ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഈ ബാഗില് ഷർട്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാച്ചി എണ്ണ വെച്ചിട്ടുണ്ട്. അത് തേച്ചേ കുളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തലേത് മുടി കൊഴിയും. രാസനാഥി പൊടി ഒരു ഡപ്പ വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് തേക്കണം, ജലദോഷം വരുത്തിക്കണം, വെയിലൊന്നും കൊള്ളരുത്. പിന്നെ ചേട്ടന് ഇഷ്ടമില്ലാത്ത ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് മുമ്പേ ഡിലീറ്റ് ചെയ്തു. ഞാൻ പോവാ. പിന്നെ നീ മറ്റേ പ്രസവത്തിന്റെ ഗുളിയൊക്കെ കഴിക്കണം, തലയിറങ്ങി ഇവിടെ വീടരുത്. പിന്നെ വീട്ടിലെ പണിയൊന്നും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട. ആ ശാന്ത ചേച്ചിനോട് വിളിച്ചു, അവർക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കളഞ്ഞെന്ന്, അത് കളയണ്ട, അത് വെച്ചോ. അതൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടനില്ലാത്ത ഇൻസ്റ്റ എനിക്ക് ലൈക്ക് ഇല്ലാത്ത പോസ്റ്റ് പോലെ ചേട്ടാ. എന്റെ പൊന്നു രമേശ, നിങ്ങളിപ്പോ ഈ പിരിയാൻ നേരത്ത് കാണിച്ച ഈ സ്നേഹമില്ലേ, അത് നേരത്തെ ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ കോടതി വരാതെ വന്ന് നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? പെങ്ങളെ, ഈ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ, മനസ്സിലായ? രമേശ, പഴയ ഒരു സിനിമാ പാട്ടില്ലേടാ, ഏതാ? അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം അത് മഹാകാവ്യൊന്നും. സത്യമാണ്. നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നിങ്ങൾ ഈ സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കേസ് ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു, നിങ്ങളുടെ പരാതി ഞാൻ ഇവിടെ വെച്ച് കീറുകയാണ്. എന്താ, സമ്മതമാണ്? എന്നാ പിന്നെ വക്കീലേ, അതൊക്കെ കീറിക്കളഞ്ഞേക്ക്. അല്ലേ സമയം? ഓക്കേ.